വെള്ളം വേണോടി? ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. സാരമില്ലടി, പ്ലീസ് കുറച്ചുകൂടി കുടിക്ക്. എനിക്ക് വേണ്ട. ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ പറഞ്ഞതറിയോ, അവന്റെ സീക്രട്ട് ഓഫ് സക്സസ് വാട്ടർ എപ്പോഴും കുടിക്കുന്നതാ. റിയലി? റിയലി. താങ്ക് യു. Stop. Where are you going? Always water. No study matter. Go. രണ്ട് ബോട്ടിലും സെയിം അല്ലേ? എന്തിനാ വിളിച്ചേ? നീ എന്തിനാ വന്നത്? അത് എന്തിനാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയോ? അതല്ലാതെ നീ ലവ് ലെറ്റർ വായിച്ചോണ്ടല്ലേ വന്നത്? അതല്ല വന്നത്. ശരിക്കും ഇത് ലവോ അട്രാക്ഷനോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് ലവ് ആയാലെന്താ, അട്രാക്ഷൻ ആയാലെന്താ? നിനക്കറിയില്ല, എനിക്കറിയാം. ലെക്ചർ പറഞ്ഞതിന് ശേഷം ആലോചിച്ച് കണ്ടുപിടിച്ചതാ. ലവ് എന്നാ നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. അട്രാക്ഷൻ എന്ന് വെച്ചാ വേഗം അങ്ങ് മറന്നു പോവും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ 7th ക്ലാസ്സിലൊരു ജയന്തിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ലവ് അല്ലേ? ഏയ് അങ്ങനൊന്നല്ല, ഞാനേതോ ബുക്കിലോ മറ്റോ വായിച്ചതോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് 5 days ഹോളിഡേസ് അല്ലേ? ഇത്രയും ദിവസം ഡെയിലി നിനക്ക് എന്നെ എത്ര തവണ ഓർമ്മ വരുന്നു നീ നോട്ട് ചെയ്യ, എനിക്ക് നിന്നെ എത്ര തവണ ഓർമ്മ വരുന്നു ഞാൻ നോട്ട് ചെയ്യാം. എന്താ ഇതും വല്ല ബുക്കിലും വായിച്ചതാണോ? ഓക്കേ അല്ലേ? ഏയ് ഇത്ര പെട്ടെന്ന് പോയാലെങ്ങനാ? പോവാൻ എങ്ങനെടാ? എന്ത് ലിറ്ററിന് 50 രൂപയോ? ഇത് അന്യായമാ. എന്തായാലും അങ്ങനെയാണെങ്കിൽ 40 രൂപ കിട്ടുന്നിടത്ത് പോയി അടിയടേ. തള്ളേ പോണ കണ്ടില്ലേടാ, ഇത്തിരി വെള്ളമാണെന്ന് വിചാരിച്ചത്. ഇങ്ങാട്ട് വരീനടേ. ഓ അതെ വരുന്നടാ, അണ്ണം വിളിക്കുന്നു. വാ. പഴയതുപോലെ അല്ലടേ, ഇപ്പൊ വലിയ ആളായല്ലേ. ഇരിക്കും. എന്തിനൊക്കെ കലിപ്പ്? ഒന്നുമില്ലണ്ണ, അവര് അങ്ങനെ ഒന്നുമില്ലാതൊന്നുമല്ല. എതിരെ വന്ന നീ കൊണ്ടാൻ കയറ്റുമല്ലോ. റൂട്ട് തെറ്റിച്ച് വരാൻ പറഞ്ഞത്. വന്നാ നീ അങ്ങ് ഇടിക്കൂ. പിടിച്ച് ഉമ്മ തരാം. തെമ്മാടത്തരം കാണിച്ചിട്ട് മെക്കെട്ട് കയറാൻ വരുന്നോ? സാറെന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? എന്തോന്ന് മിണ്ടാനാടാ? ആരെടുക്കാണ് സംസാരിക്കണം അറിയാ? ഹലോ, പറയ്. അത് പിന്നെ പറയാണ, ചെറിയൊരു കലിപ്പ് തീർക്കാനുണ്ട് ഇവിടെ. ഫോണ് വയ്ക്കണ്ട, നിങ്ങൾ ലൈനിൽ തന്നെ നിക്കി. ഞാൻ ഈ കലിപ്പൊന്ന് ഒതുക്കട്ട്. എന്തരടേ ഇത്ര ചെറുപ്പത്തിലെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് വീട്ടിൽ കിടക്കണമെന്നുണ്ടാ? വണ്ടികളൊക്കെ കറക്റ്റാ ഓടിച്ചുവിടാ. ഇവനാ റോങ് റൂട്ടിൽ കയറി വന്നത്. കയറി വരും, അമ്മച്ചാണ് കയറി വരും. ഇവന്റെ മോന്ത കണ്ട അറിഞ്ഞു കയറി വരുമെന്ന്. നിനക്ക് നേരെ ഓട്ടിച്ചുവിടാ. ഞാൻ കറക്റ്റ് റൂട്ടിലാ വന്നത്, ഇവനാ റോങ് റൂട്ടില്. എതിര് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മരത്തിനെ വിശ്വസിക്കുള്ളൂ, കായല്ല. മരം നമ്പർ 1 ആണെങ്കിൽ ആട്ടോമാറ്റിക്കായിട്ട് കായ നമ്പർ 1 ആവൂടെ. ഇവിടെ ഞാൻ നമ്പർ 1 ആയതുകൊണ്ട് എന്റെ ചുറ്റിനുള്ളവരെല്ലാം നമ്പർ 1 ആവണമെന്നാ. അയ്യോ അണ്ണ, ആരോ ലൈനി ഉണ്ടെന്ന് തോന്നണു. തോന്നണതല്ലടാ, ഉണ്ടാവും. അത്യാവശ്യക്കാരനാണെങ്കിൽ അവര് വെയിറ്റ് ചെയ്തോളും. ഹലോ, ഉണ്ടാ? ഉണ്ട്. ഡാപ്പി, നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഓണറിനോട് ഞാൻ പറഞ്ഞോളാം. നീ പോയേ. ഇവനെ സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടേക്കും. കഞ്ഞി കുടിക്കാതെ കിടന്നാലേ അവനൊക്കെ പഠിക്കും. ഇപ്പോഴത്തേക്കൊന്ന് ക്ഷമിയണ്ണ. ഇന്ന് തെറ്റിയെന്നത് നാളെ ശരിയും, ഇന്ന് ശരിയെന്നത് നാളെ തെറ്റിയെന്നല്ലേ. അതുകൊണ്ട് എവൻ ഒരവസരം കൊടുക്കുകയാണ്. വേദാന്തം ഇങ്ങോട്ട് ഉളമ്പണ്ടപ്പി. ഞാൻ അവനോട് ക്ഷമിച്ചാ അത് നോക്കിക്കൊണ്ട് നിൽക്കണ എന്റെ വയലുകളും തെറ്റ് ചെയ്യും. 1-2 തവണ ക്ഷമിച്ചാ ഞാനും തെറ്റ് ചെയ്യും. എന്തിനാണോ കറക്റ്റ് അതാണ് ചെയ്യണ്ടേ. ഹലോ അണ്ണാ, ഒന്ന് പിന്നെ വിളിക്കണ്ണ. എന്താടി ചെയ്ത്? എന്താ ഒരു പാട്ടൊക്കെ? വന്നപ്പോ മുതൽ പെണ്ണ് നിലത്തൊന്നും അല്ലല്ലോ. എന്താ വല്ല മാർക്കും കൂടുതൽ കിട്ടിയോ? എന്ത് കഷ്ടം അത്. ഇനിയിപ്പോ പാട്ടിന്റെയും മാർക്കിന്റെയും പേരിലാവും മുടി കിട്ടും. എന്താ ചെയ്യാൻ ദൈവമേ? എന്താ നീ പിറവർക്കുന്നത്? അടക്കമുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മുടി അഴിച്ചിട്ട് തുള്ളിച്ചാടി നടക്കരുത്. ഇങ്ങ വാ, കെട്ടിത്തരാം. ഇപ്പൊ വേണ്ടമ്മ. എന്താണ് നീ ഇങ്ങനെ മെലിഞ്ഞു പോയത്? ശരിക്കും ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? പൈസ അടയ്ക്കുന്ന പിന്നെ എന്തിനാ? നമ്മൾ അടയ്ക്കുന്ന ഓരോ പൈസയ്ക്ക് മുതലാകുന്ന പോലെ കഴിക്കണം, മനസ്സിലായോ? അമ്മ എന്താണ് ഇങ്ങനെ യക്ഷിയെ പോലെ നോക്കുന്നേ? നേരെ നോക്ക്. ആ കണ്ണ് കണ്ടില്ലേ? യക്ഷിയുടെയാ.
മക്കളെ ഇന്ന് തീയതി എത്രയാ? 66 എന്തൊരു 66? 6 കണ്ടില്ലേ, ഒരു മാസമായ ഞാൻ ഇതിന് ഓർഡർ കൊടുത്തിട്ട്. ഈ ഏരിയയിലുള്ള ഒറ്റ കായികാരന്മാരുടെ മക്കൾക്ക് ഇതുപോലൊന്നും കാണൂല. നോക്ക്, പഠിക്കണ പിള്ളേർക്ക് ഇത്രയും വിലയുള്ളത് വേണോ എന്നാ? എന്തരെന്ന് ഞാൻ പറയുമ്പോ ആലോചിച്ചിട്ട് പറയണ്ടടാപ്പി. നമ്മുടെ കുടുംബത്തില് ആണുങ്ങൾക്ക് മീശയും പെണ്ണുങ്ങൾക്ക് ആഭരണവുമാണ് അഭിമാനം. കേട്ടാ മോളെ, ആ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള പ്രായം നിനക്ക് ആയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിത്തന്നത്. ഇതെന്തിനു മോളെ ക്യാപ്പൊന്നുമില്ല ഇതിന് വെറുതെ തറയിട്ടേക്കണത്? എന്തൊരോ ക്ലാസ്സിൽ എഴുതുകയായിരുന്നല്ലോ, എഴുതി പാവം. പേപ്പറൊക്കെ തീർന്നുകൊണ്ടാവും മോൾ ഇപ്പൊ ക്ലാസ്സിൽ എഴുതി തുടങ്ങിയത്. നിനക്കിതൊക്കെ നോക്കിയാലെന്ത്? നോക്കിയോളാം. എന്നിട്ട് ഇതുവരെ നോക്കിയില്ലല്ലേ മരത്തലേ? വാ കിടക്ക്. ചന്തയിൽ ഞാൻ ലേലം വിളിക്കുന്ന സ്വപ്നം കണ്ടാണോടാ? ഓണം പറഞ്ഞ അനുസരിക്കണ്ടേടാ. രണ്ടെണ്ണവും കൂടി പ്രേമം കളിക്കുക. ബുക്ക് റീഡ്. സർ, വാട്ടർ. വാട്ടർ. വെരി ടു മച്ച് വാട്ടർ. ഗോ ഗോ. വേർ ആർ യു ഗോയിങ്? വാട്ടറിന്. വാട്ടർ ദിസ് സൈഡ് അല്ലേ, പിന്നെ ദാറ്റ് സൈഡ് പോകുന്നത് എന്തിനാ? അതിന് അങ്ങോട്ടാരാ പോയെ? ഞാൻ ഇങ്ങോട്ടല്ലേ പോകുന്നേ. വൃത്തികെട്ടവൻ. എന്തുപറ്റി? ഒക്കെ പറയാം, വേം വാ. Where are you? Where are you? How much time inside? Carl, how much time inside? How much time inside? Come out! Come out! What happening? What happening this place? What happening? Something is wrong. Boys! What no games. I am full daring. Ayo nabo. Ayo odi varre. Ayo na tallava. Ayo. Oh my god. How open the door? Ayo na tallava. Ayo. എന്താ ലേറ്റ് ആയേ? അരമണിക്കൂറാ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ അരമണിക്കൂർ ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ച് അതുപോലെ
അതിരിക്കട്ടെ, എന്നെ കുറിച്ച് നീ എത്ര പ്രാവശ്യം ആലോചിച്ചു? പറയേ. നീ തന്നെ ആദ്യം പറ. ആഹാ, നീ ആദ്യം പറയേ. പറഞ്ഞാ പോരേടാ. എന്നാ പറയുന്നേ. ഒന്നാമത്തെ ദിവസം 4000 പ്രാവശ്യം. 4000 പ്രാവശ്യോ? ഞാൻ 5000. രണ്ടാം ദിവസം 6000 പ്രാവശ്യമായിരുന്നു. Better luck next time. 7000. 8000. 9000. 10,000. 11,000. ഇനി പറഞ്ഞൂടെ, ഇത് ലവ്വാ അട്രാക്ഷനാ? ദിവസം ഇത്ര അധികം വിചാരിച്ചാ അതെങ്ങനെ അട്രാക്ഷൻ ആവുന്നേ? ഡെഫിനറ്റ്ലി ലവ് തന്നെയാ. ലവ്വാ? ആ, കൺഫേം? കൺഫേംഡ്. ഓക്കേ, കൺഫേം. നമ്മുടെ ലവ് കൺഫേം ആയി കഴിഞ്ഞിരിക്കല്ലേ? ഇനിയിപ്പോ എന്താ? ഇനി എന്താ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണ്ടേ? സ്പെഷ്യാലിറ്റി? ഓ, നെക്സ്റ്റ് സൺഡേ ഗേൾസിന് ഔട്ടിംഗ് ഡേ അല്ലേ? അപ്പൊ പുറത്തു പോകാൻ പറ്റുമല്ലോ. നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം. സൺഡേ ഗിഫ്റ്റ്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആൺകുട്ടികൾ പെൺകുട്ടികളെ ടച്ച് ചെയ്താൽ അവരെന്ത് വിചാരിക്കും? ടച്ച് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? എനിക്കതൊന്നും അറിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിലെ ഒരു ചേച്ചി പറഞ്ഞത് ടച്ച് ചെയ്യാതിരിക്കുമ്പോ നല്ലവനും വിവരമുള്ളവനാണെന്ന് തോന്നാറുണ്ട്. ടച്ച് ചെയ്താ പിന്നെ എന്താ ടച്ച് ചെയ്യാത്തെന്ന് തോന്നുന്നു. എന്റെ ലൈഫിൽ ഇതുപോലുള്ള ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എത്ര ഹാപ്പിയാ ഞാനെന്ന് അറിയോ നിനക്ക്? നിനക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എനിക്ക് നീയെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഫീലിങ്സാ. ഉറങ്ങാൻ കിടക്കുമ്പോഴേ നിന്നെ കുറിച്ച് ആലോചിക്കുന്നത്. ആദ്യമൊക്കെ വെറുതെ നിഴല് മാത്രമേ ഓർമ്മ വരുള്ളൂ. നിന്റെ ഫേസ് ക്ലിയർ ആവുകയില്ല. ശരിക്കും ആലോചിച്ച് കിടക്കും ഞാൻ. അതുകൊണ്ട് ഉറക്കവും വരില്ല. ഇടയ്ക്ക് സഡൻ ആയിട്ട് ഓർമ്മ വരും. പിന്നെ അത് വീണ്ടും മിസ്സായി പോവാതിരിക്കാൻ അതിന്റെ സ്ട്രഗിൾ. എന്തൊക്കെയോ വല്ലാത്ത ഫീലിങ്സ്. ടോട്ടലായിട്ട് ഈ സന്തോഷം ഇപ്പോഴെന്നല്ല എപ്പോഴും വേണം. നമുക്ക് പെട്ടെന്ന് ഈ ഇന്റർ കംപ്ലീറ്റ് ചെയ്താല് എംസെറ്റിൽ നിനക്കൊരു റാങ്ക് എനിക്കൊരു റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് ഒരേ കോളേജിൽ ചേരാം. 4 സെമസ്റ്റർ ഹാപ്പി ആയിട്ട് ആരുടെ ശല്യം അല്ലാതെ ക്ലോക്ക് ഇല്ലാത്ത ലോകം പോലെ അടിച്ചു പൊളിച്ചാലോ? അത് കഴിഞ്ഞാൽ നിനക്കൊരു സോഫ്റ്റ്വെയർ ജോബ് എനിക്കൊരു സോഫ്റ്റ്വെയർ ജോബ് കിട്ടിയാൽ സെറ്റിൽ ആവും നമ്മള്. അപ്പോഴ് ലൈഫ് ഇന്നത്തെ പോലെ എന്നും ഹാപ്പി ആയിരിക്കും അല്ലേ? കൺഫേം പറമാലോ? കൺഫേമാ? പറയുന്നേ കൺഫേം അല്ലേ? കൺഫേം? I love you. അയ്യോ ദൈവമേ, നീ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് കേട്ടപ്പോ എനിക്കും എന്തോ പോലെ തോന്നുന്നു. അതിനിപ്പോ എന്താ? സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ സ്ഥിരമായി മതിൽ ചാടാറുള്ളതാ. ടെൻഷൻ ആവണ്ട, ഞാൻ കോച്ചിങ് തരാം. ബാ, എഴുന്നേക്ക്. അങ്ങോട്ട് നോക്കി. ഹലോ ചേട്ടാ, ചേട്ടാ വേറെ നല്ല പാട്ടില്ലേ? ഗജനിലെ പാട്ട്. ആ പാട്ട് മതി. അതുകൊണ്ട് മൈ ഹാർട്ട് ഈസ് ബീറ്റിംഗ്. വേണ്ട, ഗജനിലെ പാട്ട് മതി. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ശരി ശരി. ഹലോ ചേട്ടോ, ഒന്ന് വേഗം പോന്നേ. വേണ്ട വേണ്ട വേണ്ട, പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി. ശരി, എന്നാ നീ പതുക്കെ വന്നാ മതി. അപ്പൊ ചേട്ടാ ഒന്ന് നിർത്തിക്കൂടെ? ഇവരിവിടെ ഇറങ്ങിക്കോട്ടെ. എന്താ പറ്റിയ? ഓട്ടോ എന്തിനാ നിർത്തിയത്? നിങ്ങളെ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? അതാണോ? ഇവള് വെറുതെ തമാശക്ക്. മോനേടാ, 10 മിനിറ്റ് നേരം നിനക്ക് ഇഷ്ടമുള്ള പാട്ടും കേട്ടോണ്ട് നീ ഇതിലിരുന്നോ. ഇവളെ ഒന്ന് കുറച്ചു നേരത്തേക്ക് വേണം. ഒരിത്തിരി ജോലിയുണ്ട്.
പൊന്നു മോളെ ചക്കരെ നീ ഒന്ന് ഇറങ്ങിക്കേ മോളെ. സ്വപ്ന ഇങ്ങോട്ട് വാടി മോളെ. ഇതിൽ ചവിട്ടിക്കയറ് വാ വേഗം. മതിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു വീപ്പയിലായിരിക്കും. അവിടുന്ന് ചാടി ലെഫ്റ്റ് നോക്കിയാൽ മതി. ആ കാണുന്ന നേരെ ഹോസ്റ്റലായിരിക്കും. ആലോചിച്ച് കണ്ട വേഗം വേഗം. അയ്യോ സൂക്ഷിച്ച് സൂക്ഷിച്ച്. സ്വപ്ന സേഫ് അല്ലേ? നീ സേഫ് അല്ലേ? നീ എന്തൊന്നും മിണ്ടാത്തെ?